നമസ്കാരം. ദേവഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ മാർ സെബസ്ത്യാനോ സഹദായയുടെ തിരുനാൾ ജനുവരി 19 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള തീയതികളിൽ നടക്കും. പ്രധാന തിരുനാൾ ജനുവരി 24, 25 തീയതികളിലാണ്. ഫെബ്രുവരി 1-നാണ് 8-ാം ഇടം. തിരുനാൾ ഒരുക്കങ്ങളെക്കുറിച്ച് വികാരി ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ സംസാരിക്കുന്നു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അതിരമ്പുഴ തിരുനാൾ ജനുവരി മാസം 19-ാം തീയതി തുടങ്ങി ഫെബ്രുവരി മാസം 1 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുകയാണ്. ജനുവരി മാസം 19-ാം തീയതി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊടിമരത്തിൽ കൊടി ഉയർത്തുന്നതിന് മുൻപായി 10 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷ ഉണ്ട്. ആ ഒരുക്ക ശുശ്രൂഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് 19-ാം തീയതി ആഘോഷമായ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം കൊടിമരത്തെങ്കിലേക്ക് വന്ന് ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ കൊടി ഉയർത്തുക. ആ കൊടി ഉയർത്തുമ്പോൾ തുടങ്ങി തിരുനാൾ ആഘോഷം തുടങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ ഈ തിരുനാളിനനുബന്ധിച്ച് നടത്തുന്ന പ്രധാന പരിപാടികളിൽ ഒന്ന് കഴുന്ന പ്രദക്ഷിണങ്ങളാണ്. ആദ്യത്തെ കഴുന്ന പ്രദക്ഷിണം അന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മളുടെ കോട്ടയം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് പള്ളിയിൽ വലിയ പള്ളിയിൽ 9 മണിയാകുമ്പോൾ സമാപിക്കും. അത് കോട്ടയം ടെക്സ്റ്റൈൽസിലെ സ്പിന്നിങ് മില്ലിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ഇത്രയും കാലവും അത് തുടർന്ന് വന്നിരുന്നു. സ്പിന്നിങ് മില്ലിൽ തൊഴിലാളികൾ പ്രവർത്തിച്ചിരുന്നു. ഈ വർഷം അവിടെ ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത്. സ്പിന്നിങ് മില്ല് അടച്ചിട്ടിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് തൊഴിലില്ല. എന്നിരുന്നാലും അവർ നേതൃത്വം കൊടുത്ത് നടത്തിയിരുന്ന ഈ കഴുന്ന പ്രദക്ഷിണം ഇക്കൊല്ലവും നടക്കുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ നടക്കും. പിറ്റേ ദിവസം തുടങ്ങി ഈ ഇടവകയുടെ 4 ദേശങ്ങളിൽ നിന്നുള്ള കഴുന്നുകൾ ആരംഭിക്കുകയാണ്. പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്ക് ദേശങ്ങളായി തിരിച്ച് ഈ 4 ദേശങ്ങളിൽ നിന്ന് കഴുന്ന പ്രദക്ഷിണം കടന്നു വരും. അത് ഏതാണ്ട് 8:45 മണിയാകുമ്പോൾ കൊച്ചുപള്ളിയിൽ സമ്മേളിക്കും. കൊച്ചുപള്ളിയിൽ വച്ച് അവസാനത്തെ ലതീഞ്ഞ പ്രാർത്ഥനയോടുകൂടി ആ കഴുന്ന പ്രദക്ഷിണങ്ങൾ ഓരോ ദിവസവും അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മളുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 24-ാം തീയതിയാണ്. 24-ാം തീയതി ആണ് പ്രസിദ്ധമായ പട്ടണ പ്രദക്ഷിണം നടക്കുക. പട്ടണ പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്ന് 6 മണിയോടുകൂടി ആരംഭിച്ച് നമ്മൾ ചന്തക്കുളത്തിലേക്ക് ചെന്ന് ചന്തക്കുളം ചുറ്റി കൊച്ചുപള്ളിയിൽ വന്ന് കൊച്ചുപള്ളിയിൽ നിന്ന് തീവെട്ടികളുടെ അകമ്പടിയോടുകൂടി വലിയ നമ്മളുടെ കൊച്ചുപള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ വലിയ പള്ളിയിൽ നിന്ന് 2ാമത്തെ പ്രദക്ഷിണം ഇറങ്ങി വലിയ പള്ളിയുടെ കിഴക്ക് ഭാഗത്തുള്ള നടയിൽ ചെന്ന് ഈ 2 പ്രദക്ഷിണവും ഒന്നിച്ചു ചേർന്ന് കിഴക്ക് ഭാഗത്തുള്ള കൊച്ചുപള്ളി ചുറ്റി ആണ് ഈ പ്രദക്ഷിണം വലിയ പള്ളിയിലേക്ക് കടന്നു വരിക. അപ്പോൾ ഒരു സംഗമം ഇവിടെ നടക്കുന്നുണ്ട്. ഈ സംഗമം നടക്കുന്ന സമയത്ത് ജനസഹസ്രങ്ങളായിരിക്കും ഇവിടെ അതിൽ ഭാഗഭാക്കുകളാകുവാൻ ഉള്ളത്. ഈ പ്രദക്ഷിണത്തിൽ പൊൻവെള്ളി കുരിശുകൾ സംവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് പരമ്പരാഗതമായ ഉപകരണങ്ങളും സംവഹിക്കും. അത് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൊടി, മുത്തുക്കുട, ചുരുട്ടി, തഴക്കുട, ആലവട്ടം, പഞ്ചാമരം, തീവെട്ടി ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ തിരുനാൾ പ്രദക്ഷിണം നടത്തുക. ഇതിന് പട്ടണ പ്രദക്ഷിണം എന്നാണ് പേര് നമ്മൾ കൊടുത്തിരിക്കുക. ആ പട്ടണ പ്രദക്ഷിണത്തിൽ ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇനി 25-ാം തീയതി നടക്കുന്ന പ്രദക്ഷിണം അത് പള്ളിയിൽ നിന്ന് കൊച്ചുപള്ളിയിലേക്കുള്ള പ്രദക്ഷിണമാണ്. ഈ ദേവാലയത്തിൽ 22 വിശുദ്ധന്മാരുടെയും വിശുദ്ധരുടെയും രൂപങ്ങളുണ്ട്. ആ 22 വിശുദ്ധന്മാരുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ അതിൻ്റെ ക്രമവും ചിട്ടയുമായ രീതിയിൽ പ്രദക്ഷിണ കമ്മിറ്റി ക്രമീകരിക്കുന്നതനുസരിച്ച് ഈ രൂപങ്ങളും സംവഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രദക്ഷിണത്തിൽ പങ്കാളികളാകുക. ഈ രൂപങ്ങളെല്ലാം നിരനിരയായി ജോൺ പോൾ II നഗറിൽ സമ്മേളിക്കും. അപ്പോൾ മുകളിൽ നിന്ന് പുഷ്പവൃക്ഷി ഉണ്ടാവും.
ആ പുഷ്പവൃഷ്ടിയുടെ അകമ്പടിയോടുകൂടിയാണ് കൊച്ചുപള്ളിയിലേക്ക് പോകുന്നത്. കൊച്ചുപള്ളിയിൽ ചെന്ന് വിശുദ്ധൻ്റെ രൂപവും സംവഹിച്ചുകൊണ്ട് തിരിച്ച് വലിയ പള്ളിയിൽ എത്തി പ്രദക്ഷിണം സമാപിക്കും. ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് നമ്മളുടെ കൊടിയിറക്ക് തിരുനാൾ നടത്തുക. കൊടിയിറക്ക് തിരുനാളിനനുബന്ധിച്ചും പ്രദക്ഷിണങ്ങൾ ഉണ്ട്. ഈ പ്രദക്ഷിണങ്ങൾ കൂടാതെ മറ്റ് പ്രസിദ്ധന്തിമാരുടെ പ്രദക്ഷിണം, അതുപോലെയുള്ള ചെറിയ പ്രദക്ഷിണങ്ങൾ വേറെ 1-2 കൂടി ഉണ്ട്. ഈ പ്രദക്ഷിണങ്ങൾ ഇവിടുത്തെ ഒരു വലിയ ആകർഷണം. ആ ആകർഷണങ്ങളിൽ പങ്കുകാരാകാൻ വേണ്ടി വിദേശത്ത് സ്വദേശത്തുമൊക്കെ ജോലിയുള്ള ആളുകൾ പ്രത്യേകമായി അവധിയെടുത്ത് ഈ കാലയളവിൽ തങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് ഒരു പതിവാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിവാഹം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്ന ഇവിടുത്തെ മക്കൾ അവർ ഇവിടേക്ക് കടന്നു വരും. അവർ വീട്ടിൽ സമ്മേളിക്കും. വീട്ടിൽ സമ്മേളിച്ച് ഒരു വീടിൻ്റെ ആഘോഷമായിട്ട് അത് മാറുകയാണ് ചെയ്യും. ഇനിയും ഒരു കാര്യം അറിയിക്കുവാനുള്ളത്, 28, 29, 30, 31, 1 തീയതികളിൽ നമ്മളുടെ പാരിഷ് ഹാളിന് മുമ്പിലുള്ള മൈതാനത്ത് കലാപരിപാടികൾ അരങ്ങേറുകയാണ്. അത് ഈ ഓരോ ദേശത്തെയും കഴുന്ന് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അത് നടപ്പിലാക്കുന്നത്. ആ കഴുന്ന് കമ്മിറ്റിക്കാർ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 90-ലധികം അച്ഛന്മാർ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 മെത്രാന്മാരും കടന്നു വരുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ആധ്യാത്മികമായ കർമ്മങ്ങൾ നടന്നു വരിക. മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഇവിടുത്തെ മൈതാനം മുഴുവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മൈതാനത്ത് ഒരു വലിയ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പേര് പറയുക അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നീട് മൈതാനത്തെ കച്ചവടം, അത് ആളുകളുടെ ഉള്ളിൽ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നായിട്ട് കാണുകയാണ്. ഇതൊക്കെയാണ് ഈ അതിരമ്പുഴ തിരുനാളിൻ്റെ പ്രത്യേകതകളായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്.